KSRTC ഒരുക്കിയ ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നും പരിശീലനം ലഭിച്ചവർക്ക് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ലൈസൻസ് വിതരണം ചെയ്തു. ആദ്യ ബാച്ചിലെ 36 പേർക്കാണ് ലൈസൻസ് വിതരണം ചെയ്തത്. കുറഞ്ഞ ചെലവിൽ ഉന്നത നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം സാധാരണ ജനങ്ങൾക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിച്ചത്. വിവിധ ഡിപ്പോകളിൽ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയാണ് ഡ്രൈവിംഗ് പരിശീലനം തുടങ്ങിയത്. 182 പേരാണ് ആദ്യഘട്ടത്തിൽ അഡ്മിഷൻ എടുത്തത്. ആദ്യ ബാച്ചിൽ പരിശീലനം നേടിയ 40 പേരിൽ 36 പേർക്ക് ലൈസൻസ് ലഭിച്ചു. പുതിയ സംരംഭത്തിലൂടെ 15 ലക്ഷം രൂപയിലധികം ലാഭം ലഭിച്ചുവെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, 182 പേർക്കാണ് പ്രവേശനം നൽകിയിരിക്കുന്നത്. അതിൽ 36 പേര് ഇന്ന് പുറത്തേക്ക് പോകുന്നു. ബാക്കിയുള്ളവർ ട്രെയിനിങ്ങിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാരെ വയറ്റത്തടിച്ചു എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ കാര്യം പറയാം. 182 പേരെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പഠിപ്പിച്ചപ്പോൾ KSRTC വന്ന വരുമാനം 15,23,000 രൂപയാണ്. ആലോചിക്കാം, പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാരെ വൈറ്റത്ത് ഗണേഷ് കുമാർ അടിച്ചെന്നാണ് പറഞ്ഞത്. ഇതാണ് ഇവിടെ നടന്നത്. ഇതിനേക്കാൾ കൂടുതൽ പണം വാങ്ങി, ഇതിനേക്കാൾ തല്ലിപ്പൊളി വാഹനം ഉപയോഗിച്ച് തോന്നിയതുപോലെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയും അത് വണ്ടി ഓടിക്കാൻ കൊള്ളാതാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടും അപ്പൊ എന്തായിരിക്കും ലാഭം? പൊതുജനങ്ങൾക്ക് ഇരുചക്ര വാഹനങ്ങൾ മുതൽ ബസ് വരെ ഓടിക്കാൻ പരിശീലനം നൽകിയത് KSRTC ഡ്രൈവർമാർക്ക് പരിശീലനം നൽകിയിരുന്നവർ തന്നെയാണ്. കുറച്ചു പേർക്കൊക്കെ 2 വീലറിന്റെ ബാലൻസ് ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. കാറ് അറിയാത്തവർ തന്നെയാണ് വന്നത്. പക്ഷെ അവർക്കെല്ലാം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം അടിപൊളിയായിട്ട് ക്ലാസ് കൊടുക്കാൻ പറ്റി. പിന്നെ ഞങ്ങളുടെ ഒപ്പം തന്നെ വേറെ സാറുമാരുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ ക്ലാസ് കൊടുക്കും. നമുക്ക് 30 ദിവസത്തെ ക്ലാസ്സാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടി അതിന് ഗ്യാപ്പ് ഉണ്ടാവും. ആദ്യത്തെ ദിവസം കുറച്ച് ദിവസം അടുപ്പിച്ച്, പിന്നെ വിട്ട് പിന്നെ ലാസ്റ്റ് ടെസ്റ്റിനോട് അടുപ്പിച്ചുള്ള ക്ലാസ്സുകളും കൊടുക്കും. ഇല്ല, നമുക്ക് ഈ പറയുന്ന ടൈമിൽ അവരെ പഠിപ്പിച്ച് ഇറക്കാൻ പറ്റുന്നുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇവിടെ നിന്നും ഓരോരുത്തരും പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങുന്നത്. കൃത്യമായ പരിശീലനവും പിന്തുണയുമാണ് ലഭിക്കുന്നതെന്നും അഭിപ്രായമുണ്ട്. എനിക്കിപ്പം കോൺഫിഡന്റ് ആയിട്ട് വണ്ടി എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങാം. കാരണം ഒരാൾക്ക് ഒരു അപകടം ഉണ്ടാവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഇവിടെ പഠിച്ചതുകൊണ്ട് എനിക്ക് കിട്ടി. അത്രയും നല്ല രീതിയിൽ തിയറി ആയാലും വണ്ടികളെ കുറിച്ചായാലും എല്ലാം നല്ല രീതിയിൽ പഠിപ്പിച്ചു തന്നെയാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കിയത്. വളരെ സന്തുഷ്ടയാണ്. KSRTC ഡ്രൈവിംഗ് സ്കൂളിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചു വരുന്നത്. കൂടുതൽ പേർ സെന്ററുകളിൽ ഡ്രൈവിംഗ് പഠിക്കാൻ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.